ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു എന്ന് കേട്ടപ്പോൾ പലരും കരുതിയത് അത് പാകിസ്ഥാന്റെ വലിയൊരു ഡിപ്ലോമാറ്റിക് വിജയമാണെന്നാണ്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രസക്തി ലഭിച്ചുവെന്നും ഇന്ത്യക്ക് അത് നഷ്ടമായി എന്നും പലരും അഭിപ്രായപ്പെട്ടു. വാസ്തവത്തിൽ പാകിസ്ഥാൻ ഇവിടെ ചെയ്തത് മധ്യസ്ഥതയല്ല, മറിച്ച് ഇറാനെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും, മറുവശത്ത് ഇറാനും. അവർ തമ്മിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥനായി പ്രത്യക്ഷപ്പെട്ടു. പാകിസ്ഥാൻ എന്നത് അമേരിക്കയുടെ ഒരു വിശ്വസ്ത ദാസൻ മാത്രമാണ്. തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ അമേരിക്കയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ആയുധമാണ് പാകിസ്ഥാൻ. ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ പാകിസ്ഥാൻ ചെയ്തത് അമേരിക്കയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക മാത്രമായിരുന്നു. ഒരു മീഡിയേറ്ററായി നിൽക്കുമ്പോൾ രണ്ടു പേർക്കും നീതി കിട്ടണം. പക്ഷെ ഇവിടെ പാകിസ്ഥാൻ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത്? മധ്യസ്ഥത എന്നത് വെറുതെ പോയി പറയുന്ന കാര്യമല്ല. മധ്യസ്ഥത ഫലപ്രദമാകണമെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് കക്ഷികൾക്കും ആ മധ്യസ്ഥനിൽ വിശ്വാസം വേണം. ഇവിടെ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ഒരു പാവയെ പോലെയാണ് വേണ്ടത്. അവർക്ക് പാകിസ്ഥാനെ കൊണ്ട് എന്തും ചെയ്യിക്കാം. എന്നാൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര നിലപാടുള്ള രാജ്യമാണ്. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യമാണ്. അപ്പൊ പിന്നെ എന്തിന് ഇന്ത്യ ഇങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്ക് പോകണം? നമുക്ക് ഇതിൽ നിന്നും വലിയ നേട്ടമൊന്നുമില്ലതാനും. അനാവശ്യമായി ഇത്തരം കുഴപ്പങ്ങളിൽ ചെന്ന് ചാടേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മുടെ ദേശീയ താല്പര്യത്തിന് ഏറ്റവും ഉചിതം. ഈ യുദ്ധം തുടങ്ങിയത് നമ്മളല്ല, ഇത് നമ്മുടെ യുദ്ധവുമല്ല. അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായി ഇടപെട്ട് നമ്മുടെ സമയം കളയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ ശ്രദ്ധിക്കുന്നതല്ലേ. ഇന്ത്യ കൃത്യസമയത്ത് വളരെ ബുദ്ധിപൂർവ്വം മാറി നിന്നു എന്നതാണ് സത്യം. ഇത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. പാകിസ്ഥാന്റെ കാര്യം നോക്കൂ. ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവർ ഇപ്പോൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത മീഡിയേറ്ററായി മാറിക്കഴിഞ്ഞു. ഇറാനിന്റെ തന്നെ ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയാണ്. തങ്ങളെ വഞ്ചിച്ചു എന്നാണ് അവർ പറയുന്നത്. അമേരിക്ക പറയുന്നത് എന്തും കേട്ടു നിൽക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. കാരണം അവിടുത്തെ ഭരണാധികാരികൾക്കും ജനറൽമാർക്കും വേണ്ടത് രാജ്യത്തിന്റെ അന്തസ്സല്ല, മറിച്ച് വരാനിരിക്കുന്ന ചെറിയ സഹായങ്ങളും പണവുമാണ്. അതാണ് അവരുടെ പ്രയോറിറ്റി. ഇതിനപ്പുറം ഒരു രാജ്യത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത് ഇന്ത്യയുടെ നയത്തിന്റെ പരാജയമല്ല, മറിച്ച് അനാവശ്യ വിവാദങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും കൃത്യസമയത്ത് മാറി നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു വലിയ വിജയമാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ.